അൽഹംദുലില്ലാഹ്, പെരുന്നാളൊക്കെ കഴിഞ്ഞു, മദ്രസ തുറന്നു. രക്ഷിതാക്കൾക്കും മക്കൾക്കും സാധാരണക്കാരായ ആളുകൾക്കൊക്കെ വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതുപോലെ തന്നെ ചെറിയ രൂപത്തിലെങ്കിലും മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിയുന്ന രൂപത്തിലുള്ള അതിന് നമുക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സൂറത്ത് തൗബയുടെ സൂറത്ത് ഏതാണെന്നുള്ളതല്ല, നമ്മളിപ്പോൾ ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ്സാണ്, ആ ക്ലാസ്സിലാണ്. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ക്ലാസ് ആയാലും ക്ലാസ് ഏതെന്നുള്ളതല്ല, പറയുന്ന വിഷയങ്ങൾ കേൾക്കുകയും വീണ്ടും കേൾക്കുകയും അവങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നതിലൂടെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനോഹരമായിട്ട് നല്ല നിയ്യത്തോടുകൂടെ, നല്ല ആവേശത്തോടുകൂടെ, നല്ല ഈമാനോടുകൂടെ, തഖ്വയോടുകൂടെ, ഇഖ്ലാസോടുകൂടെ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനോടുകൂടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതിനുള്ള സാഹചര്യം അല്ലാഹു തആല ഒരുക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. നല്ല പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യശേഷി അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സൂറത്തു തൗബയാണ്. അഊദു ഓതിയാൽ മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പല കുട്ടികളും അഊദ് ആകട്ടെ ബിസ്മി ആകട്ടെ ഓതുന്ന ഭാഗങ്ങൾ ഓതുകയും അഊദും ബിസ്മി ഒരു ഒഴുക്കം മട്ടത്തിന് ഓതുന്ന രൂപത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഓതിപ്പോവുക, എന്നിട്ട് ബാക്കി തുടങ്ങുക. ആ രൂപത്തിൽ അവരത് അഊദ് എങ്ങനെയാണോ ഓതിയത്, ബിസ്മി എങ്ങനെയാണ് ഓതിയത്, അതുപോലെ തന്നെയാണ് ബാക്കിയും ഓതേണ്ടത്. അഊദും ബിസ്മി എപ്പോഴും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. സൂറത്ത് തൗബ ആയതുകൊണ്ട് ബിസ്മി ഓതേണ്ടതില്ല. أعوذ بالله من الشيطان الرجيم. إن الله له ملك السماوات والأرض يحيي ويميت وما لكم من دون الله من ولي ولا نصير. ശദ്ദുള്ള നൂനാണ് മണിക്ക. ഇന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. ലഹു ശദ്ദുള്ള നൂന് മണിക്ക. ലഹു എന്നുള്ളത് നീട്ടാനുണ്ട്, അത് ശ്രദ്ധിക്കുക. ലഹു മുൽക്കുസ് സമാവാതി. ഇവിടെ നമ്മളൊക്കെ ഓതുകയും പരിചയമുള്ള സ്ഥലവുമായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. കൂട്ടി വായിക്കുമ്പോൾ അലിഫുണ്ട് അല്ലേ, ഹംസത്തുൽ വസ്ല് ഇടയിലുണ്ട്. ആ ഒരു അലിഫ് കണ്ടില്ലേ, അലിഫിൻ്റെ മുകളിലായിട്ട് ഒരു സ്വാദിൻ്റെ ചിഹ്നമുണ്ട്. അത് ഹംസത്തുൽ വസ്ല് ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കേണ്ടതില്ല, അത് പറയാതെ നേരെ കൂട്ടി വായിക്കുക. പിന്നെ ലാമാണ്, ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ ലാമിന് സുക്കൂനോടുകൂടെ വായിക്കുക. മുൽക്കുൽ എന്ന് പറയാം. ലാമിന് സുക്കൂൻ ഇല്ലാത്തതുകൊണ്ട് ലാമും ഒഴിവാക്കുക. ഇത് നമുക്ക് അറിയാമെങ്കിലും കുട്ടികൾക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ രൂപങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആ അലിഫ് സാധാരണ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ കുട്ടികളൊക്കെ ഓതി വരുന്ന മുസഹഫിലൊക്കെ ഈ രൂപത്തിലുള്ള മുസഹഫിൻ്റെ ആ ഒരു ചിഹ്നമായിരിക്കും അല്ലേ. ചില മുസഹഫിലെ ചിഹ്നം ഉണ്ടാവില്ല. ഏതായാലും ചിഹ്നമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ അലിഫും ലാമും വരുന്ന സ്ഥലത്ത് ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലാമിന് സുക്കൂനോടുകൂടി വായിക്കുക. ഇല്ലെങ്കിൽ ഇല്ലാത്ത അടുത്ത അക്ഷരത്തിലേക്ക് കടക്കുക. മുൽക്കുസ് സമാവാതി വൽ അർദ്. വാൽ എന്ന് വായിക്കരുത്. അവിടെ ചില മുസാഫിൽ ചിലപ്പോൾ എന്ത് ചെയ്യൂല, അലിഫിൻ്റെ ഹംസയുടെ മുകളിൽ ആ സ്വാദിൻ്റെ ചിഹ്നം ഉണ്ടാവില്ല, അപ്പോൾ വാൽ എന്ന് വായിക്കേണ്ടി വരും അല്ലേ. വാൽ അർദി എന്നൊക്കെ ചിലപ്പോൾ വായിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് എന്ത് ചെയ്യുക, ഈ അലിഫും ലാമും വരുന്ന സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അലിഫും ലാമും വരുന്ന സ്ഥലങ്ങളിൽ അലിഫ് പറയൂല, അതിന് മുമ്പുള്ളത് എന്ത് ചെയ്യുക, കൂട്ടി വായിക്കുമ്പോൾ അലിഫ് പറയില്ല. ഇന്നല്ലാഹ ലഹു മുൽക്ക്. ഇനി കൂട്ടി വായിക്കുക വേണ്ടത്.
ലഹു മുൽക്കുസ്സമാവാതി വൽ അർദ്. ഇനി അഥവാ അവിടെ നിർത്തിയിട്ട് ബാക്കി വന്നു അസ്സമാവാതി വൽ അർദ്, അപ്പൊ പിന്നെ ആ എന്ന് വായിക്കേണ്ടി വരും. അലിഫും ലാമും ഉള്ള സ്ഥലത്ത് ആ എന്ന് വായിക്കേണ്ടി വരും. യുഹ്യി വയുമീത് വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. ഒന്നുകൂടെ ഓതി നോക്കി. ഇന്നല്ലാഹ ലഹു മുൽക്കുസ്സമാവാതി വൽ അർദ് ലഹു മുൽക്കുസ്സമാവാതി വൽ അർദ് യുഹ്യി വയുമീത് വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. لقد تاب الله على النبي والمهاجرين والأنصار. പതിനേഴാമത്തെ لقد تاب الله على النبي والمهاجرين. വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മളൊക്കെ വഖഫ് ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ വഖഫ് ചെയ്യുമ്പോൾ ചെറിയ കുട്ടികളല്ല, ബാക്കിയുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യും, ഒന്ന് വഖഫ് ചെയ്യുമ്പോൾ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വൽ മുഹാജിരീന എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യും. വഖഫ് ചെയ്യാറ് നിർത്തുക. ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന എന്ന് പറയരുത്. വൽ മുഹാജിരീൻ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നീട്ടുകയും ചെയ്യണം. മുഹാജിരീൻ വൽ മുഹാജിരീന വൽ അൻസാരില്ലദീന ഇത്തബഊഹു ഫീ സഅത്തിൽ العسرة من بعد ما كاد يزيغ قلوب فريق. അവിടെ തൻവീൻ കസറാണ്. തൻവീൻ കസറൊക്കെ എന്ത് ചെയ്യുക, നിർത്തുമ്പോൾ സുക്കൂൻ ചെയ്യണം. തൻവീൻ ഫത്ഹ് ആകുമ്പോൾ കുറച്ച് നീട്ടുക. മിൻഹും ما كاد يزيغ قلوب فريق منهم. അവിടെ തൻവീന് ശേഷം മീമാണ് വന്നിട്ടുള്ളത്. ഇദ്ഗാമും ബിഗുന്നയാണ്. ثم تاب عليهم إنه بهم رؤوف رحيم. റഊഫുൻ റഹീം എന്ന് പറയരുത്. തൻവീനിൻ്റെ നിയമങ്ങൾ, നൂനിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ താഴെ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ. അവിടെ റായിന് സുക്കൂൻ ചെയ്തു നിർത്തിയപ്പോൾ റായിന് സുക്കൂന്, അൻസാരി എന്നുള്ളത് നിർത്തി റായിന് സുക്കൂനായി തൊട്ട് മുമ്പ് നീട്ടാനുണ്ട്, അലിഫാണുള്ളത്. വൽ അൻസാർ الذين اتبعوه في ساعة العسرة. അവിടെ ഒരു താ കണ്ടില്ല, ആ താ അവിടെ നിർത്തുമ്പോൾ സുക്കൂനിലെ ഹാ ആയിട്ട് ഹാ ആക്കിയിട്ട് മാറ്റണം. في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم إنه بهم رؤوف رحيم. وعلى الثلاثة الذين خلفوا وعلى الثلاثة الذين خلفوا
حتى إذا ضاقت عليهم الأرض حتى മദ്ദുണ്ട് മദ് ശ്രദ്ധിക്കുക إذا ضاقت عليهم الأرض بما رحبت بما رحوا പലപ്പോഴും കുട്ടികളിലൊക്കെ വരുന്ന മിസ്റ്റേക്കുകളിൽ പെട്ടതാണ് പിന്നെ ഫത്തും കസറൊക്കെ മാറിപ്പോവുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പറയാൻ പ്രയാസമുള്ള വാക്കുകളൊക്കെ പറയാൻ എളുപ്പമുള്ള വാക്കുകളെ തെറ്റി പോകുന്നുണ്ട്. പിന്നെ പ്രയാസമുള്ളത് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടും ശീലങ്ങൾ അങ്ങനെ ആയിപ്പോയത് കൊണ്ടും ഒക്കെയാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. കുട്ടികൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രക്ഷിതാക്കൾ നോക്കുമ്പോൾ എന്ത് ചെയ്യുക, പിന്നെ അക്ഷരങ്ങൾ അതുപോലെ തന്നെ ഫത്തും കസറൊക്കെ അറിയാതെ മാറിപ്പോകുന്നുണ്ട്. അറിയുന്ന അക്ഷരങ്ങൾ തന്നെ അറിയുന്ന കുട്ടികൾക്ക് തന്നെ പലപ്പോഴും തെറ്റിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെ ഓതുമ്പം പലപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കുട്ടികളുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളാണല്ലോ ഇപ്പോൾ വലുതായിട്ട് നമ്മളാണ്. നമ്മളിങ്ങനെ ശീലാക്കി പിന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, അത് മാറ്റാതെ പ്രകൃതിപരമായിട്ട് ഇങ്ങനെ അതിങ്ങനെ പിന്നെ കാലാകാലം ആ രൂപത്തിലേക്കായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ തെറ്റുകളൊക്കെ നമ്മൾ മാറ്റുക ഇൻഷാ അല്ലാഹ്. ബിമാ റഹുബത് വളഖത് അലൈഹിം അൻഫുസഹും എന്നാകാൻ സാധ്യതയുണ്ട്. ഇവിടെ അൻഫുസ എന്നല്ല സൂന്നാണ്. അൻഫുസുഹും അവിടെ ഇഖ്ഫ വരുന്നുണ്ട്. വളന്നു അല്ലാ മൽജഅ മിനല്ലാഹ് വളന്നു ശബ്ദമുള്ള നൂന് മണിക്കുക, അതിന് പുറമെ നിന്ന് കിട്ടുക. വളന്നു അല്ല അല്ല എന്നാണുള്ളത്. കൂട്ടി വായിക്കുമ്പോൾ അല്ല നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തൻവീൻ്റെ ശേഷം ലാമോ റാ വന്നാൽ ഇദ്ഗാമും ബിലാഹുന്നയാണ്. അല്ല എന്നാണ് വായിക്കേണ്ടത്. ഇദ്ഗാമും ബിലാഹുന്ന പറഞ്ഞാൽ മണിക്കാതെ കൂട്ടി യോജിപ്പിക്കാം. അല്ല അല്ല എന്ന് പറയരുത്. അല്ലാ മൽജഅ മിനല്ലാഹ് അല്ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി ثم تاب عليهم ليتوبوا. അവിടെ നിർത്തുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ ലിയതൂബു മതി. അവിടെ ശരിക്കും എന്തുണ്ട്, നിർത്താതെ ഓതുകയാണെങ്കിൽ ലിയതൂബു ഇന്നല്ലാഹ്. അപ്പോൾ നിർത്താതെ ഓതുമ്പോഴേ ആ മദ്ദിൻ്റെ ആവശ്യം വരുള്ളൂ. ഇല്ലെങ്കിൽ നിർത്തുകയാണെങ്കിൽ ആ സാധാരണ വാവോട് കൂടെ നിർത്തുക. ലിയതൂബു അതാണ് വാവ്. വാവിൻ്റെ മുകളിൽ മദ്ദുണ്ട്, അതാണെന്ത് ലിയതൂബു ഇന്നല്ലാഹ ഹുവത്തവ്വാബുർ റഹീം. وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم. 119 يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. ما كان لأهل المدينة ومن حولهم من الأعراب أن يتخلفوا عن رسول الله
ولا يرغبوا بأنفسهم عن نفسه ذلك بأنهم لا يصيبهم ظمأ ولا نصب ولا مخمصة في سبيل الله. അള്ളാഹു എന്ന പദം നിർത്തുമ്പോൾ ഫീ സബീലില്ലാഹ്, ഇവിടെ അള്ളാഹ് എന്നുള്ളത് ലാ എന്ന് പറയാൻ കാരണം അള്ളാഹു എന്ന വാക്കിന് മുമ്പ് കസർ വന്നാൽ ലാ എന്നാണ് പറയേണ്ടത്. ഫീ സബീലില്ലാഹ് എന്ന് പറയരുത്. ഫീ സബീലി, ലാമിന് കസറാണ്. ഫീ സബീലില്ലാഹ് വലാ യതഊന മൗതിഅൻ യഗീദുൽ കുഫാർ ولا ينالون من عدو نيلا إلا كتب لهم به عمل صالح إن الله لا يضيع أجر المحسنين. ما كان لأهل المدينة ومن حولهم من الأعراب أن يتخلفوا عن رسول الله. നൂറിൻ്റെ ശേഷം തൻവീൻ്റെ ശേഷം ലാം റ വന്നാൽ അല്ല എന്നാണ് പറയേണ്ടത്. ഇവിടെ ആ എന്നല്ല ഐനാണ്. റസൂലില്ലാഹ് ولا يرغبوا بأنفسهم عن نفسه ذلك بأنهم لا يصيبهم ظمأ ولا نصب ولا مخمصة في سبيل الله ولا يطؤون موطعا يغيظ الكفار ولا ينالون من عدو نيلا إلا كتب لهم به عمل صالح إن الله لا يضيع أجر المحسنين. ولا ينفقون نفقة صغيرة ولا كبيرة ولا يقطعون واديا إلا كتب لهم ليجزيهم الله أحسن ما كانوا يعملون. ولا ينفقون نفقة صغيرة ولا كبيرة ولا يقطعون واديا إلا كتب لهم ليجزيهم الله أحسن ما كانوا يعملون. وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون. يا أيها الذين آمنوا قاتلوا الذين يلونكم من الكفار
يلونكم من الكفار وليجدوا فيكم غلظة واعلموا أن الله مع المتقين يا أيها الذين آمنوا قاتلوا الذين يلونكم من الكفار وليجدوا فيكم غلظة واعلموا أن الله مع المتقين وإذا ما أنزلت سورة فمنهم من يقول أيكم زادته هذه إيمانا فأما الذين آمنوا فزادتهم إيمانا وهم يستبشرون وإذا ما أنزلت سورة فمنهم من يقول أيكم زادته هذه إيمانا زادته هو نترده زادته هذه إيمانا تنوين فتحانة تنوين فتح نرتده إيمانا فأما الذين آمنوا فزادتهم إيمانا وهم يستبشرون ഇൻഷാല്ലാ 124 ആയത്താണ് നമുക്ക് ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. നമുക്കൊരു വട്ടം കൂടി ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം لقد تاب الله على النبي والمهاجرين والأنصار 15 മുതലായിരുന്നല്ലേ ഇൻഷാല്ലാ. ഏതായാലും 16 15 കൺഫ്യൂഷൻ വന്നു. ഏതായാലും 15 മുതൽ വരാം. أعوذ بالله من الشيطان الرجيم إن الله له ملك السماوات والأرض يحيي ويميت وما لكم من دون الله من ولي ولا نصير لقد تاب الله على النبي والمهاجرين والأنصار الذين اتبعوه في ساعة العسرة من بعد ما كاد يزيغ قلوب فريق منهم ثم تاب عليهم إنه بهم رؤوف رحيم وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب عليهم ليتوبوا إن الله هو التواب الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين ما كان لأهل المدينة ومن حولهم من الأعراب أن يتخلفوا عن رسول الله ولا يرغبوا بأنفسهم عن نفسه ذلك بأنهم لا يصيبهم ظمأ ولا نصب ولا مخمصة في سبيل الله ولا يطعون موطئا يغيظ الكفار
ولا ينالون من عدو نيلا إلا كتب لهم به عمل صالح إن الله لا يضيع أجر المحسنين ولا ينفقون نفقة صغيرة ولا كبيرة ولا يقطعون واديا إلا كتب لهم ليجزيهم الله أحسن ما كانوا يعملون وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون يا أيها الذين آمنوا قاتلوا الذين يلونكم من الكفار وليجدوا فيكم غلة واعلموا أن الله مع المتقين وإذا ما أنزلت سورة فمنهم من يقول أيكم زادته هذه إيمانا فأما الذين آمنوا فزادتهم إيمانا وهم يستبشرون صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല എനിക്ക് മിസ്ല സവാബ് നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹളറത്തിലേക്ക് എത്തിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബെ, ഞങ്ങളിൽ നിന്ന് നീ ഖബൂലാക്കണ റഹ്മാനെ. ഇത് കാരണമായിട്ട് സ്വർഗീയ ലോകത്തെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നീ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഇത് കാരണമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നിലക്കും ബറക്കത്ത് നൽകണ റഹ്മാനെ. ഓരോ ഹർഫിനും ധാരാളം ഹസനാത്തുകൾ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഖബറിലേക്ക് ഈനാസായി നീ എത്തിച്ച് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. ഖബർ ഞങ്ങളോട് കൂടെ ഞങ്ങൾക്ക് ഈനാസായിട്ട് ഇനി എത്തിച്ച് നൽകണ റഹ്മാനെ റബ്ബെ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാനുള്ള കാരണമാക്കണേ റഹ്മാനെ. സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ കടക്കാനുള്ള കാരണമാക്കണേ റഹ്മാനെ.